ഒരാഴ്ചയ്ക്ക് ശേഷം പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസിൽ താഴെ താപനില രേഖപ്പെടുത്തി. എങ്കിലും സാധാരണയേക്കാൾ 3.7 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് ഇന്നും ചൂട്. കോഴിക്കോട് 3.6 ഡിഗ്രി സെൽഷ്യസ് അധിക താപനില രേഖപ്പെടുത്തി. എന്നാൽ മെയ് മാസത്തിൽ വേനൽ മഴ കുറയുമെന്നും താപനില സാധാരണയേക്കാൾ കൂടും എന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. MG പ്രതീഷുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, അപ്പോൾ ആശ്വാസത്തിന് വകയില്ല എന്ന് തന്നെ ഈ ചൂടിങ്ങനെ തുടരും എന്ന് കരുതണമല്ലേ? ഉന്മേഷ, തീർച്ചയായും. കാരണം കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരവും സംസ്ഥാനത്ത് ഉഷ്ണച്ചൂടിന് ശമനം ഉണ്ടാകില്ല. വരും ദിവസങ്ങളിലും ചൂട് കൂടുതൽ ശക്തമാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇടയ്ക്ക് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്കുള്ള സാധ്യത ഒഴിച്ചാൽ ഈ വരും ദിവസങ്ങളിലൊക്കെ തന്നെ ചൂട് കൂടുതൽ വർദ്ധിക്കാൻ തന്നെയാണ് ഈ മുന്നറിയിപ്പ് പ്രവചിക്കുന്ന കാര്യം. മറ്റൊന്ന്, ഈ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ഏപ്രിൽ 24 ശേഷം ഏറ്റവും കുറവ് താപനില രേഖപ്പെടുത്തിയ ഒരു ദിവസം കൂടിയായിരുന്നു. 40 ഡിഗ്രി സെൽഷ്യസിൽ താഴെ താപനില രേഖപ്പെടുത്തിയത് ഇന്നായിരുന്നു. 39.7 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്ന് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയ താപനില. സാധാരണ താപനിലയേക്കാൾ 3.7 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നു ഇന്ന് പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്ന താപനില. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 5 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു ഈ സാധാരണ നിലയേക്കാൾ പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ വേനൽ മഴ കാര്യമായി ലഭിക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രവും പറയുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഏറ്റവും കുറവ് വേനൽ മഴ രേഖപ്പെടുത്തിയ ഒരു സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ശ്രദ്ധ പൊതുജനങ്ങൾക്ക് വേണമെന്നതാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിലും താപനില 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളാണ്. ഒപ്പം കൊല്ലം ജില്ല, മറ്റ് ജില്ലകളിൽ ഉൾപ്പെടെ സാധാരണ താപനിലയേക്കാൾ 3.7 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഉന്മേഷം. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വേനൽ ചൂട് ഇങ്ങനെ തുടരുമെന്ന് തന്നെയാണ്